എറണാകുളം കോതമംഗലത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ മയക്കൂടി വെച്ചു എന്ന് വനംവകുപ്പ് പറയുകയാണ്. ആനയുടെ വായിലെ പരിക്കിൽ മരുന്ന് വയ്ക്കാനാണ് ആദ്യ ശ്രമം. അതിനുശേഷം ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ലാൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ ആനയ്ക്ക് വായിൽ പരിക്കുണ്ട്, അതിന് മരുന്ന് നൽകേണ്ടതായിട്ടുണ്ട്. മയക്കുവെടി വെച്ചു എന്നാണല്ലോ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ആനയ്ക്ക് മൗത്തൾസറാണെന്നൊക്കെ ഇവിടുന്ന് കൃഷ്ണ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു ലാൽ. ക്രിസ്റ്റീന അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ആനയ്ക്ക് മൗത്ത് അൾസർ ആണ്, അതുകൊണ്ട് ബി കോംപ്ലക്സിന്റെ ഗുളിക വാങ്ങിച്ച് നൽകിയാൽ മതിയെന്ന്. എന്താണെങ്കിലും ആനയെ വെടിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആനയുടെ വായിലെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ഏതായാലും വെറ്റിനറി സർജൻ ഡോക്ടർ ബിനോയ് കൃത്യമായി പരിശോധിച്ച് അതിനനുസരിച്ചുള്ള മരുന്നും മറ്റു കാര്യങ്ങൾ നൽകുന്നതാണ്. നിലവിലെ വിവരം അനുസരിച്ച് മഴ മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ വെടിവെച്ചിരിക്കുന്ന ആനയ്ക്ക് വെടി കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എത്ര വെടി വെച്ചു, അതിന് എത്രാമത്തെ വെടിയാണ് കൊണ്ടത് എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ വനംവകുപ്പ് പുറത്തു വിട്ടിട്ടില്ല. വനത്തിനകത്തേക്ക് കയറി തന്നെയാണ് നിലവിൽ ദൗത്യം പൂർത്തിയാക്കിയത്. റേഞ്ച് ഓഫീസർക്ക് പുറമെ RRT സംഘത്തിന്റെ റേഞ്ച് ഓഫീസർ അടക്കമുള്ള സംഘം ഇതിന് ഒപ്പം ചേർന്നിട്ട് 5 പേരടങ്ങും സംഘമാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് വനത്തിനകത്തേക്ക് പോയത്. ഇവർ പോയി ഏകദേശം മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ദൗത്യത്തിന്റെ ആദ്യഘട്ടം എന്നോളം ആനയെ വെടിവെച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇനിയിപ്പോൾ തുടർ ചികിത്സ, റേഡിയോ കോളർ ഘടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ കുങ്കിയാനകളെ എത്തിക്കാൻ കഴിയാത്തതാണ് ആനയെ അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തതിന് പ്രധാന കാരണമായത്. ഇതിനോടൊപ്പം ഈ ആനയുടെ വിഷൻ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് സമീപത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളിലേക്ക് കൂടി കൈമാറും. അതായത് കോട്ടപ്പടി, വടക്കും ഭാഗം, അതോടൊപ്പം ഭൂതത്താൻകെട്ട്, പിണ്ടിമന തുടങ്ങിയ മേഖലകളിൽ, തട്ടക്കാട് അടക്കമുള്ള മേഖലകളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാണിയിലി അടക്കമുള്ള സംവിധാനങ്ങളിൽ ആന എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് റേഡിയോ കോളർ വഴി അറിഞ്ഞ് ആ പ്രദേശത്തുള്ളവർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം RRTയുടെ സംഘം, കോടനാട് സ്ഥിതി ചെയ്യുന്ന RRTയുടെ സംഘം ആനയെ നിരീക്ഷിച്ച് അവിടെ എത്തി ജനവാസ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ തുരത്തി തിരിച്ച് കാട്ടിലേക്ക് വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മരുന്ന് കൊടുത്താൽ തന്നെ ഏതായാലും 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആനയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്ന കാര്യം കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ അതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയ്ക്ക് നെറ്റിക്ക് മുറിവേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് മരുന്ന് ചികിത്സകളെല്ലാം നൽകുകയും അത് ഫലപ്രാപ്തിയിലെത്താതെ കോടനാട് വെച്ച് അത് ചെരിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത്തരം സംഭവം ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് പ്രധാനമായിട്ടും കാണുന്നത്. തൃശ്ശൂരിൽ നിന്നെത്തുന്ന വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി ഇതിന് കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും ഇപ്പോൾ അവിടേക്ക് നിലവിൽ കോതമംഗലത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് വനംവകുപ്പ് പറഞ്ഞത്. അതോടൊപ്പം DFO അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കും. ആനയുടെ ആരോഗ്യനില പൂർണ്ണമായും പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ജനവാസ മേഖലയിലേക്ക് ആന കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടികളും സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ആന വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ആനയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്ന ദൗത്യത്തിലേക്ക്, അത് 2ാം ഘട്ടമാണ്, ആലോചനയിൽ പോലും ഉള്ളൂ, അത്തരം ദൗത്യത്തിലേക്ക് കടക്കുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.